മുത്തേ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ നീച്ച പള്ളി പോവാണ്. അങ്ങനെ ജാഫറും ഞാനും പള്ളി പോവാ. പള്ളി പോയി തിരിച്ചു വന്നപ്പോ ഹോട്ടലിലേക്ക് കയറി. അവിടെ നിസാർക്കി പബ്ലിയും കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ട്. അങ്ങനെ നമ്മള് മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് നമ്മള് നേരെ റൂമിൽ തന്നെ പോവാ. പള്ളി പോയി എന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ കട ഓർക്കുള്ളൂ. അങ്ങനെ റൂമിൽ എത്തിയപ്പോ അവിടെ ഷായി. ഓനക്ക് ഏതോ കുട്ടി സെറ്റ് അതിന്റെ പൊലിവിലാണ് ഓനിരിക്കണത്. ഓനും നമ്മളെ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഷോപ്പിക്ക് പോവാ. അങ്ങനെ ഷോപ്പൊക്കെ തുറന്ന് വിസ്മയം ചൊല്ലി ഉള്ളിൽ കയറി ആദ്യം നോക്കുക കണ്ണാടിക്കാണ്. കണ്ണാടി നോക്കിയപ്പോ ഒരു മനല്ല. അപ്പൊ നേരെ എന്ത് ചെയ്തു, നമ്മളെ ചെക്കന്റെ കടയിൽ പോയി. അങ്ങനെ ബായിന്റെ അടുത്ത് പറഞ്ഞു, ബായ് ഇറ്റാലിയൻ സ്റ്റൈൽ വെട്ടി തരുമെന്ന്. ഓൻ പറഞ്ഞു അതൊന്നും വെച്ചറിയില്ല, വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ സ്റ്റൈൽ വെട്ടി തരാറുണ്ട്, ഇങ്ങനെ വെട്ടി. പൈസ കൊടുക്കാൻ നേരത്ത് ഓനക്ക് ഭയങ്കര നാണം. അങ്ങനെ ഓന്റെ ഒരു സ്ഥലം പറഞ്ഞ് നമ്മൾ അവിടുന്ന് പോന്നു. അങ്ങനെ ഷോപ്പിലെത്തി നമ്മളെ എങ്ങനെ നോക്കുമ്പോൾ 2 ദിവസമായി ഓനെ മാറ്റിയിട്ട്. അങ്ങനെ ഒന്നും നോക്കിയില്ല, ഓനൊന്ന് കുട്ടപ്പനാക്കി. അപ്പൊ ബാങ്ക് കൊടുത്തിരുന്നു. അപ്പൊ പിന്നെ ഒന്നും നോക്കില്ല, നിസ്കാരം വിട്ടൊരു കളിയില്ല. അപ്പൊ നേരെ വിട്ടു പള്ളി പോയി തിരിച്ചെത്തിയപ്പോ ഇന്നലെ വന്നൊരു കസ്റ്റമർ ഒരു പാന്റ് റെഡിയാക്കി വെക്കാൻ പറഞ്ഞിരുന്നു, ഒന്ന് കട്ട് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ടാണ് പേ പോണത്. ടൈലർ ഷോപ്പിൽ എത്തിയപ്പോ അവിടുത്തെ ചങ്ങായി പറഞ്ഞു എന്റെ അടുത്ത് 5 മണിക്കല്ലേ വരാൻ പറഞ്ഞു, എന്തിന് 4:55 വന്നു. എന്നാ കാക്ക ഞാൻ 5 മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് അവിടെ കുറെ കുട്ടികൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് വന്നു നോക്കി. ഇത് കണ്ടപ്പോ നമുക്ക് ഭയങ്കര സങ്കടമായി. ഇവലെ പ്രായത്തിലൊക്കെ നമ്മൾ വലിയ കളിക്കാരനായിരുന്നു. അങ്ങനെ അവിടുന്ന് പിന്നെയും ഷോപ്പിൽ തന്നെ പോയി. അപ്പത്തിന് സാധനം കിട്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോ നമ്മളെ പടക്കുതിര അവിടെ റെഡിയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ചെക്കനെ എടുത്ത് പിന്നെ അങ്ങോട്ട് പോയി. അപ്പൊ ശരി പുത്തേ, സ്നേഹം പെട്ടട്ടെ. ബൈ.